ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാമിൻ്റെ അതായത് LSS എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ നോക്കുന്നത്. ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് മലയാളം, GK, EVS എന്നീ വിഷയങ്ങളാണ്. മുഴുവൻ സബ്ജക്റ്റും നമ്മുടെ ചാനലിലൂടെ നൽകുന്നുണ്ട് കേട്ടോ. CM കിഡ്സ് എക്സാമിൻ്റെ വിശദ വിവരങ്ങൾ അടങ്ങിയൊരു വീഡിയോ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ച വർഷം ഏത്? 2019. രണ്ടാമത്തെ ക്വസ്റ്റ്യന്, മൈക്കിൾ ചേട്ടൻ്റെ അടുത്തു നിന്നും സൈക്കിൾ വാങ്ങി കുട്ടി ചന്ദ്രനിലേക്ക് പോയത് ഓർമ്മയില്ലേ? താഴെ നൽകിയിട്ടുള്ളതിൽ ചന്ദ്രൻ എന്നതിന് സമാനമായിട്ടുള്ള പദങ്ങളുടെ കൂട്ടമേത്? 1. തിങ്കൾ, ഇന്ദു, സോമൻ. 2. തായ, മാരി, തിങ്കൾ. തോയം, തിങ്കൾ, കൗമുദി. A 1ഉം 2ഉം ശരിയാണ്. B 1 മാത്രം ശരിയാണ്. C 1ഉം 3ഉം ശരിയാണ്. D 3 മാത്രം ശരിയാണ്. ആൻസർ ഏതാണ്? 1 മാത്രം ശരിയാണ് അല്ലേ? ആൻസർ B ആണ്. താളത്തിലോടി പിരിച്ചെഴുതുക. താളത്തിൽ പ്ലസ് ഓടി. 4. വീരാൻകുട്ടിയുടെ കൃതിയിൽപ്പെടാത്തത്? A പറന്നു പറന്ന്. B ചേക്കുട്ടിപ്പാവ. C കന്നിക്കൊഴുത്ത്. ആൻസർ C ആണ്, കന്നിക്കൊഴുത്ത്. കന്നിക്കൊഴുത്ത് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെതാണ്. ഇങ്ങനത്തെ ചോദ്യം ഉണ്ടാവും കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എഴുത്തുകാരും കൃതികളും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ മക്കൾ പറയണം കേട്ടോ. 5. താഴെ തന്നിരിക്കുന്നവയിൽ മിഴി എന്നതിൻ്റെ അർത്ഥം? A കണ്ണ്, B കാത്, C കുട്ടി. ആൻസർ കണ്ണ്. ഒറ്റപ്പദമാക്കുക. ലോകത്തിൻ്റെ അവസാനം. ആൻസർ ലോകാവസാനം. ആധുനിക കവിയത്രങ്ങളിൽ ഉൾപ്പെടുന്ന കവികൾ ഏതെല്ലാം? കുമാരനാശാൻ, എഴുത്തച്ഛൻ, വയലാർ. B എഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ. C കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ആധുനിക കവിയത്രങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. പ്രാചീന കവിയത്രങ്ങൾ ആരൊക്കെയാണ്? എഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ. 8. മടിയൻ മല ചുമക്കും. ഈ പഴഞ്ചൊല്ലിന് സമാനമായി വരുന്ന അർത്ഥം ഏതാണ്? യഥാസമയം കാര്യങ്ങൾ ചെയ്യാത്തവൻ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. B പുറമോടി കണ്ട് ഭ്രമിക്കരുത്. C വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രവർത്തിച്ചാൽ ഫലം കിട്ടും. ആൻസർ A ആണ്, യഥാസമയം കാര്യങ്ങൾ ചെയ്യാത്തവൻ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. 9. രാത്രിമഴ എന്ന കവിത എഴുതിയതാര്? ആൻസർ സുഗതകുമാരി. 10. ഞങ്ങൾ 5 എന്ന കവിത എന്തിനെക്കുറിച്ചുള്ളതാണ്? A പഞ്ചഭൂതങ്ങളെക്കുറിച്ച്. B പഞ്ചവാദ്യങ്ങളെക്കുറിച്ച്. C പഞ്ചേന്ദ്രിയങ്ങളെക്കുറിച്ച്. ആൻസർ C ആണ്, പഞ്ചേന്ദ്രിയങ്ങളെക്കുറിച്ച്. പഞ്ചേന്ദ്രിയങ്ങൾ എന്താണെന്ന് മക്കൾക്കറിയാലോ അല്ലേ? 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? കണ്ണ്, മൂക്ക്, കാത്, നാക്ക്, ത്വക്ക്. ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ത്വക്കാണല്ലേ. 11ാമത്തെ ക്വസ്റ്റ്യന്, കാത്തിരിപ്പ് എന്ന കവിതയുടെ രചനാ പരിചയക്കുറിപ്പ് തയ്യാറാക്കുക. പ്രാചീന കവിയത്രങ്ങളിൽ ഉൾപ്പെടുന്ന ചെറുശ്ശേരി എഴുതിയിട്ടുള്ള കൃഷ്ണഗാഥ എന്ന കവിതയിൽ നിന്നും എടുത്തിട്ടുള്ള ഏതാനും ചില വരികളാണ് കാത്തിരിപ്പ്. നദോന്നത വൃത്തത്തിൽ വളരെ ആസ്വദിച്ച് ചെല്ലാൻ കഴിയുന്ന ഒരു കവിതയാണ് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ. ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കഥ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. കാത്തിരിപ്പ് എന്ന കവിതയിൽ അമ്മയുടെ സ്നേഹവും വേവലാതിയുമാണ് എടുത്തു കാണിക്കുന്നത്. നമ്മെ കവിതയുടെ അർത്ഥതലങ്ങളിലേക്ക് ചിന്തിപ്പിക്കുന്ന ചിത്രീകരണമാണ് കവിതയ്ക്ക് ചുറ്റും കാണാൻ കഴിയുന്നത്. നിങ്ങളും ഒന്ന് വായിച്ചു നോക്കൂ. 12. പത്രവാർത്ത തയ്യാറാക്കൽ. ഇവിടെ ഒരു നോട്ടീസാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ നിന്നാണ് നമ്മൾ പത്രവാർത്ത തയ്യാറാക്കേണ്ടത്. നോട്ടീസ്: ഗവൺമെൻറ് LPS മലയാളപുരം. പ്രിയരെ, നമ്മുടെ നാടിൻ്റെ അഭിമാനമായ മലയാളപുരം ഗവൺമെൻറ് LP സ്കൂളിൻ്റെ 100ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നു. 20/12/2025 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അധ്യക്ഷതയിൽ കൂടുന്ന പൊതുയോഗം ബഹുമാനപ്പെട്ട MLA ഉദ്ഘാടനം ചെയ്യും. വിവിധ മേഖലകളിൽ നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കും. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടിയും ഉണ്ടായിരിക്കും. എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു എന്ന് പ്രധാന അധ്യാപകൻ, സ്കൂൾ ലീഡർ. ഇടത് സൈഡിലായിട്ട് PTA പ്രസിഡന്റ്, MPTA പ്രസിഡന്റ് എന്ന് നൽകിയിട്ടുണ്ട്. നോട്ടീസ് വായിച്ചുവല്ലോ. ഈ വിവരം പത്രത്തിൽ നൽകുന്നതിനുള്ള ഒരു പത്രവാർത്ത എഴുതൂ. മുകളിലായി പത്രവാർത്ത എന്ന് എഴുതുക. അതിന് താഴെയായിട്ട് പത്രത്തിനൊരു പേര് നൽകണം.
ഇവിടെ നൽകിയിട്ടുള്ളത് വാർത്താലോകം എന്നാണ്. അതിന് താഴെ ഡേറ്റ്, അതുപോലെ ദിവസം. മലയാളപുരം. നമ്മുടെ നാടിൻ്റെ അഭിമാനമായ ഗവൺമെൻറ് LP സ്കൂളിൻ്റെ 100-ാം വാർഷികം 20/12/2025 ശനിയാഴ്ച 10 മണിക്ക് വിവിധ പരിപാടികളോടെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ പൊതുയോഗത്തിൽ പ്രധാന അധ്യാപകൻ സ്വാഗതം പറഞ്ഞു. ബഹുമാനപ്പെട്ട MLA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ്, MPTA പ്രസിഡന്റ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. വിവിധ മേഖലകളിൽ നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടത്തി. ഇനി GK ക്വസ്റ്റ്യൻസ് ആണ്. 1. ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? ആൻസർ എൻ്റെ ആത്മകഥ, ആൻ ഓട്ടോബയോഗ്രഫി. 2. പക്ഷികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സെലനോളജി, ഓർണിത്തോളജി, പെഡോളജി. ആൻസർ B ആണ്, ഓർണിത്തോളജി. 3. ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? A. സരോജിനി നായിഡു, B. ഭഗത് സിംഗ്, C. മൗലാന അബുൽ കലാം ആസാദ്. ആൻസർ C ആണ്, മൗലാന അബുൽ കലാം ആസാദ്. 4. ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം എത്ര? A. 52 സെക്കൻഡ് 2 മിനിറ്റ്, B. 52 സെക്കൻഡ്, C. 52 സെക്കൻഡ് 5 മിനിറ്റ്. ആൻസർ B ആണ്, 52 സെക്കൻഡ്. 5. 2025 വയലാർ അവാർഡ് ലഭിച്ചതാർക്ക്? ആൻസർ E. സന്തോഷ് കുമാറിന്. 6. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത്? കടലുണ്ടിപ്പുഴ, നീലേശ്വരം പുഴ, മഞ്ചേശ്വരം പുഴ. ആൻസർ മഞ്ചേശ്വരം പുഴ. 7. ഭാരതീയ പ്രവാസി ദിനമായി ആചരിക്കുന്നത് എന്ന്? ജനുവരി 9, ജനുവരി 10, ജനുവരി 15. ആൻസർ ജനുവരി 9, A. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമേത്? ആൻസർ സിംഹവാലൻ കുരങ്ങ്. 9. ISSൽ എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? ശുഭാംശു ശുക്ല. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരനാണ് നമ്മുടെ രാകേഷ് ശർമ്മ. രണ്ടാമതെത്തിയത് ശുഭാംശു ശുക്ല. ISSൻ്റെ മുഴുവൻ പേരെന്താണ്? ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. 10. 2025 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം ഏത്? ആൻസർ തങ്കു എന്ന മുയൽ. മക്കളെ, അതുപോലെ GKയിൽ കറണ്ട് അഫയേഴ്സ് 3-4 ചോദ്യങ്ങളുണ്ടായിരിക്കും. മക്കൾ ശ്രദ്ധിക്കണം. GK കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ നൽകാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യനിർമ്മിത ആവാസ വ്യവസ്ഥകളുടെ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ആൻസർ C ആണ്, കാവ്. 2. മത്സ്യങ്ങളെ ശ്വസിക്കാൻ സഹായിക്കുന്ന അവയവം ഏത്? ശകുലങ്ങൾ. മരുഭൂമിയിലെ സസ്യങ്ങൾക്ക് പറയുന്ന പേരെന്ത്? മരുരൂഹങ്ങൾ. 4. സംസ്ഥാനവും തലസ്ഥാനവും ബന്ധിപ്പിച്ചിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏവ? 1. കേരളം തിരുവനന്തപുരം, 2. കർണാടക കൊഹിമ, 3. രാജസ്ഥാൻ ജയ്പൂർ, 4. മഹാരാഷ്ട്ര മുംബൈ. A 1, 4 ശരിയാണ്, B 1, 2, 3 ശരിയാണ്, C 1, 3, 4 ശരിയാണ്, D മുഴുവൻ ശരിയാണ്. തെറ്റ് നൽകിയിട്ടുള്ളത് കർണാടക കൊഹിമ. കർണാടകൻ്റെ തലസ്ഥാനം ബാംഗ്ലൂരാണ്. ആൻസർ 1, 3, 4 ശരിയാണ്, C ആണ് ശരി. 5. നമ്മുടെ ദേശീയ ഗീതം എഴുതിയതാര്? ആൻസർ ബങ്കിം ചന്ദ്ര ചാറ്റർജി. 6. അങ്ങാടിക്കുരുവിയുടെ സംരക്ഷണത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത്? കുരുവിക്കൊരു കൂട്. 7. തെറ്റായ പ്രസ്താവന ഏത്? A പക്ഷികൾ വിത്ത് വിതരണത്തിന് സഹായിക്കുന്നു, B വർണ്ണക്കൊക്കിന് അതിൻ്റെ കൊക്ക് ഉപയോഗിച്ച് പൂക്കളിൽ നിന്നും തേൻ കുടിക്കാൻ കഴിയും, C താറാവിൻ്റെ ചർമ്മബന്ധിതമായ കാലുകൾ അവയെ നീന്താൻ സഹായിക്കുന്നു, D നാഗമോഹൻ ദേശാടന പക്ഷിയാണ്. ആൻസർ B ആണ്, വർണ്ണക്കൊക്കിന് അതിൻ്റെ കൊക്ക് ഉപയോഗിച്ച് പൂക്കളിൽ നിന്നും തേൻ കുടിക്കാൻ കഴിയും. മക്കൾ ഈ കോളത്തുക എടുത്ത് എഴുതണം കേട്ടോ. 8. താഴെ തന്നിരിക്കുന്നവയിൽ വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. 1. ക്വിറ്റ് ഇന്ത്യ, 2. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, 3. ഉപ്പ് സത്യാഗ്രഹം, 4. മലബാർ കലാപം. ഫസ്റ്റ് നടന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919, സെക്കൻഡ് നടന്നത് മലബാർ കലാപം 1921, മൂന്നാമത് നടന്നത് ഉപ്പ് സത്യാഗ്രഹം 1930, 4 ക്വിറ്റ് ഇന്ത്യ 1942.
ആൻസർ ഏതാണ്? 2, 4, 3, 1. ഓപ്ഷൻ ഡി ശരിയാണ്. 9. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആരുടെ പ്രതിമയാണ്? ആൻസർ സർദാർ വല്ലഭായ് പട്ടേൽ. 10. വരിക വരിക സഹചര്യ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആര്? ആൻസർ അംഷി നാരായണപിള്ള. ഇനി വിവരണ ചോദ്യങ്ങളാണ്. 11. ഒട്ടകത്തിന് മരുഭൂമിയിൽ ജീവിക്കാനുള്ള അനുകൂലനങ്ങൾ ഏവ? നീളമുള്ള കാലുകൾ മരുഭൂമിയിലെ ചൂടിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നു. വിസ്തൃതമായ കുളമ്പുകൾ മണലിലൂടെയുള്ള യാത്ര സുഗമമാക്കുന്നു. മൂക്കുകൾക്ക് ഇഷ്ടാനുസരണം അടക്കാനും തുറക്കാനും കഴിയുന്നതിനാൽ മണൽ ശ്വാസകോശത്തിൽ കടക്കാതെ സഹായിക്കുന്നു. കണ്ണുകൾക്ക് 3 പാളികളുണ്ട്. 2 നിര കൺപീലികളും കണ്ണിൽ മണൽ കയറാതെ സംരക്ഷണം നൽകുന്നു. ശരീരത്തിൽ നിന്നും ജലനഷ്ടം വളരെ കുറവാണ്. 12. ഇന്ത്യയുടെ ഭൂപടത്തിൽ താഴെ നൽകിയിട്ടുള്ള സ്ഥലങ്ങൾ അടയാളപ്പെടുത്തുക. എ. അരിപ്പ പക്ഷിസങ്കേതം, അമൃതസർ, സി. ചമ്പാരൻ, ഡി. ഗാന്ധിനഗർ. ഇന്ത്യ കേരള മാപ്പ് പഠിക്കൽ നിർബന്ധമാണ് കേട്ടോ. ഇവിടെ തന്നിട്ടുള്ളത് അരിപ്പ പക്ഷിസങ്കേതം എവിടെയാണ്? കേരളത്തിലെ തിരുവനന്തപുരത്താണ്. അമൃതസർ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലമാണ് അല്ലേ? ഇതേത് സംസ്ഥാനത്താണ്? പഞ്ചാബ്. സി. ചമ്പാരൻ. ചമ്പാരൻ ബീഹാറിലാണ്. ചമ്പാരൻ്റെ പ്രത്യേകത എന്താ അറിയില്ലേ? ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഡി. ഗാന്ധിനഗർ. ഗാന്ധിനഗർ ഗുജറാത്തിലാണ്. ഗുജറാത്തിൻ്റെ തലസ്ഥാനമാണ് ഗാന്ധിനഗർ. ഗുജറാത്തിൻ്റെ ഭാഷ ഗുജറാത്തി ഭാഷ. ഗുജറാത്തിൻ്റെ നൃത്തരൂപം ഗർഭ നൃത്തരൂപം. ഓക്കെ മക്കളെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.